ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൃഷ്ടാവിങ്കിലേക്ക് തിരിയുന്ന പാവനമായ അനുഭവമാണ് നോമ്പ്. ത്യാഗത്തിന്റെയും ത്വചനത്തിന്റെയും വിശ്വാസയാത്രയിലാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. പ്രാർത്ഥന തിന്മയോടുള്ള പരിചയമാണെങ്കിൽ നോമ്പും ഉപവാസവും പാതാള ഗോപുരത്തോടുള്ള കടന്നുകയറ്റമാണ്. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 25-14 മുതൽ 30 വരെ. ഇവിടെ പരാമർശിക്കുന്നത് താലന്തുകളുടെ ഉപമയെ പറ്റിയാണ്. ഇതിനാസ്പദമായ വേദവാക്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 12 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 19-12 മുതൽ 28 വരെ. താലന്തുകളുടെ ഉപമ പറയുന്നത്, ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് അവർക്ക് താലന്തുകൾ നൽകുകയാണ്. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് എന്നിവ. യജമാനൻ പോയി മടങ്ങി വരുമ്പോൾ 5 താലന്തുള്ള വ്യക്തിയും 2 താലന്തുള്ള വ്യക്തിയും അത് വ്യാപാരം ചെയ്ത് ഇരട്ടിയാക്കി 10ഉം 4ഉമാക്കി. എന്നാൽ 1 താലന്ത് ലഭിച്ചയാൾ അത് വ്യാപാരം ചെയ്യാതെ മണ്ണിൽ കുഴിച്ചിടുന്ന അനുഭവമാണ് ഈ ഉപമയിൽ പറയുന്നത്. ഈ ഉപമയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഉപമ നമുക്ക് കൂടുതലായി മനസ്സിലാകണമെങ്കിൽ അതിന് നാം താലന്ത് എന്താണ് എന്ന് മനസ്സിലാക്കണം. പുരാതന ഇസ്രായേലിൽ നാണയം എണ്ണിയല്ല നൽകിയിരുന്നത്, തൂക്കത്തിലും അളവിലുമാണ്. ശേക്കീൽ, റാത്തൽ, ഡ്രാന്തൽ, താലന്ത് എന്നൊക്കെയാണ് അതിന് പറഞ്ഞിരുന്നത്. 60 റാന്തൽ എന്നാൽ 1 താലന്ത് ആണ്. യജമാനൻ തന്റെ സമ്പത്തിൽ നിന്നും എടുത്താണ് നൽകുന്നത്. ദാസന്മാർക്ക് 5 താലന്തും 1 താലന്തും കൊടുക്കുന്നു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം താലന്തുകൾ തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്. അതൊരു പക്ഷേ സമയം, ആരോഗ്യം എന്നിവയുടെ രൂപത്തിലായിരിക്കും. എല്ലാം നമ്മുടെ സ്വന്തമല്ല, യജമാനന്റെ സമ്പത്തിൽ നിന്നാണ് നൽകുന്നത്. അത് നാം എപ്പോഴും മനസ്സിലാക്കണം. നാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചത്, അനുഭവിക്കാൻ പോകുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടെ ദൈവത്തിന്റെ ദാനമാണ്. താലന്ത് ആരുടേതാണ്? യജമാനന്റേത് മാത്രമാണ്. രണ്ടാമത്തെ ചിന്ത, ഓരോരുത്തർക്കും താലന്തുകൾ ലഭിച്ചിരിക്കുന്നത് അവരവരുടെ പ്രാപ്തിക്ക് അനുസരിച്ചാണ്. 5 താലന്ത് ഉള്ള വ്യക്തിക്ക് അവന്റെ പ്രാപ്തിക്ക് അനുസരിച്ചാണ് താലന്ത് ലഭിച്ചത്. അതുപോലെ തന്നെയാണ് 2 താലന്തും 1 താലന്തും കിട്ടിയ വ്യക്തികൾ. 1 താലന്തും 2 താലന്തും കിട്ടിയ വ്യക്തി 5 താലന്ത് കിട്ടിയ ആളെ നോക്കി പരാതിപ്പെടരുത്, എനിക്ക് കുറഞ്ഞു പോയി എന്ന് പറയരുത്. ജീവിതത്തിൽ നാം ഓരോരുത്തരും യുണീക്കാണ്, ഡിഫറൻ്റ് ആണ്. നമ്മുടെ കഴിവുകളിൽ നാം താലന്തുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. നാം ഒരിക്കലും കമ്പാരിസൺ മുതലരുത്. കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടിയ താലന്തുകൾ വ്യാപാരം ചെയ്യാനാണ്. 5 താലന്തും 2 താലന്തും കിട്ടിയ വ്യക്തികൾ അത് ഇരട്ടിച്ചപ്പോൾ അല്പത്തിൽ വിശ്വസ്തനായവനെ എന്നാണ് ദൈവം അവരോട് പറഞ്ഞത്. 5 താലന്തും 2 താലന്തും കിട്ടിയ വ്യക്തികൾ യജമാനന്റെ കൺമുൻപിൽ അല്പമേ കിട്ടിയിട്ടുള്ളൂ. മൂന്നാമതായി 5 താലന്ത് കിട്ടിയ വ്യക്തിയെ കുറിച്ചാണ് ദൈവവിളി ഉടനെ വ്യാപാരം ചെയ്തു എന്നാണ് നാം കാണുന്നത്. ദൈവം നമുക്ക് താലന്തുകൾ നൽകിയിരിക്കുന്നത് അതിന് സാഹചര്യവും മറ്റും അനുകൂലമായും പ്രതികൂലമായുമായിരിക്കാം. അത് നാം കൃത്യമായി ഉപയോഗിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അത് വ്യാപാരം ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. താലന്തുകൾ നൽകിയ സമയത്ത് തന്നെ അത് നാം വ്യാപാരം ചെയ്യണം. കാരണം സമയം വളരെ പ്രധാനമാണ്. ദൈവം നൽകുന്ന സമയത്തിന് നാം ഓരോരുത്തരും വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. 4-ാമത്തെ കാര്യം, ദൈവം താലന്തുകൾ നൽകിയിരിക്കുന്നത് അത് മൂടി സൂക്ഷിച്ചു വയ്ക്കുവാനല്ല, അത് വ്യാപാരം ചെയ്യാനാണ്, വ്യാപാരം ചെയ്ത് ഉപയോഗിക്കാനാണ്. വ്യാപാരം ചെയ്താൽ എന്താണ് ഗുണം? അത് വർദ്ധിക്കുകയും അത് ഇരട്ടിയാകുകയും. വ്യാപാരം ചെയ്യാതെ മടിയരായി കുഴിച്ചിട്ടാൽ അത് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. 5-ാമത്തെ ചിന്ത, യജമാനൻ കണക്കു തീർക്കുന്ന ദിവസം വരും. ജീവനുള്ളവരുടെ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന കൃപകൾ, താലന്തുകൾ എന്നിവ എല്ലാവരും നാം കണക്ക് കൊടുക്കേണ്ടി വരും. 6-ാമതായി, ഈ താലന്തുകൾ ലഭിച്ചവരോട് ദൈവം വ്യാപാരം ചെയ്ത് വന്നവരോടും ദൈവം പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നാണ്. 1 താലന്ത് ലഭിച്ച വ്യക്തി അത് കുഴിച്ചിട്ട വ്യക്തിയോട് യജമാനൻ പറയുന്നത്, ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. 7-ാമതായി, 1 താലന്ത് കിട്ടിയ വ്യക്തി അത് കുഴിച്ചിട്ട് യജമാനന്റെ അടുക്കൽ തിരികെ വരുമ്പോൾ 25-ാം അധ്യായം 24-ാം വാക്യത്തിൽ
ഇപ്രകാരം പറയുന്നു: ഒരു താലന്ത് ലഭിച്ചവനും അടുക്കൽ വന്ന്, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ടു ചെന്നു, നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ നാം വിശ്വസ്തയോടെ ദാനം ചെയ്യണം. അവസാനമായും, താലന്തുകൾ ലഭിക്കാത്തവരായി ആരുമില്ല. എല്ലാവരും നമുക്ക് ലഭിച്ച താലന്തുകൾ നമ്മുടെ കഴിവിനനുസരിച്ചാണ് നാം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. അത് നാം വിശ്വസ്തയോടെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. 5 താലന്തും 2 താലന്തും 1 താലന്തും കിട്ടിയ വ്യക്തികൾ ഒരേ സമയം തന്നെയാണ് അവർക്ക് ആ താലന്തുകൾ നൽകിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ച നമ്മുടെ താലന്തുകൾ കുഴിച്ചിട്ട് അലസമായി ഇരിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ വിശ്വസ്തയോടെ ഇരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്ന ദാനങ്ങൾ, താലന്തുകൾ, അവ നമ്മുടേത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയും അലസരായിരിക്കാതെ അത് വ്യാപാരം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.